ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയ വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തിയ SIT. രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുത്തതിന് പിന്നാലെയാണ് SITയുടെ നിർണായക നീക്കം. ഫസ്റ്റ് ഓൺ 24 മനീഷ് മഹിപാൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, ഇതിൽ ഈ രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന്റെ ബന്ധം, മാഫിയയുടെ ബന്ധം സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങളുണ്ട് എന്നായിരുന്നു വെളിപ്പെടുത്തൽ. ഈ വ്യവസായിയുടെ മൊഴി ഇപ്പോൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നു. എവിടെ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തിയത്? ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ, മനീഷ് മഹിപാൽ? വിജിത്ത്, വളരെ ഗുരുതര സ്വഭാവമുള്ള ആരോപണമായിരുന്നു രമേശ് ചെന്നിത്തല ഉന്നയിച്ചതും അത്തരം വിവരങ്ങൾ SITക്ക് കൈമാറുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം SITക്ക് മുൻപേ വന്ന് രമേശ് ചെന്നിത്തല മൊഴി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസായി, നിലവിൽ വിദേശത്ത് ഉള്ള ആളെന്ന രീതിയിലാണ് രമേശ് ചെന്നിത്തല ഈ വ്യവസായിയുടെ പേര് പരിചയപ്പെടുത്തിയത്, വ്യവസായി വെളിപ്പെടുത്തിയത്. അതിനുശേഷം വ്യവസായിയെ നിലവിൽ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്തു. നാട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ട ശേഷം ഇതുമായി ബന്ധപ്പെട്ട മൊഴി എടുത്തു എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. SIT മൊഴി ഔദ്യോഗികമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലേക്കോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്കോ എത്തിച്ചല്ല. കാരണം ഈ വ്യവസായിക്ക് അയാളുടെ ഐഡന്റിറ്റി പുറത്തു വരുന്നത് താല്പര്യമില്ല. അത്ര ഐഡന്റിറ്റി സ്വകാര്യമായി സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വ്യവസായിയുടെ കാര്യത്തിൽ വളരെ രഹസ്യാത്മകമായിട്ടാണ് SIT ഈ മൊഴി രേഖപ്പെടുത്തിയെന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഈ വിവരം നിലവിൽ പുറത്തുവിട്ടുള്ളത്. ഈ വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തിയ വിവരം രമേശ് ചെന്നിത്തല തന്നെയാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും വലിയ ഗുരുതര സ്വഭാവമുള്ളതാണ്. ശബരിമലയിലെ സ്വർണം ഉൾപ്പെടെയുള്ള അമൂല്യമായിട്ടുള്ള വസ്തുവകകൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ വിലയോടുകൂടി തന്നെ വിറ്റിട്ടുണ്ട്. അത് ഈ സ്വർണ്ണക്കൊള്ള ഈ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുള്ള സ്വർണ്ണപ്പാളിയിലോ കട്ടിളപ്പാളിയിലോ മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല. കാലാകാലങ്ങളായി 500 കോടി രൂപ വില വരുന്ന സ്വർണമാണ് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട് അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ അമൂല്യ വസ്തു എന്ന രീതിയിൽ വിൽപ്പന നടത്തിയെന്ന ആരോപണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാവുന്ന ഒരു വ്യവസായിയാണ് നിലവിൽ രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തിന് വെളിപ്പെടുത്തിയത്. അതുമായി ബന്ധപ്പെട്ട വിശദമായ കത്ത് SITയുടെ മേധാവിയും ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷിന് വിവരങ്ങൾ കത്ത് മുഖേന കൈമാറിയും പിന്നീട് ഫേസ്ബുക്കിലും രമേശ് ചെന്നിത്തല ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ വിദേശത്തായിരുന്ന ഈ വ്യവസായിയെ നാട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ട് സ്വകാര്യമായ ഒരു സ്ഥലത്ത് എത്തിച്ച് അവിടെ വെച്ച് മൊഴി രേഖപ്പെടുത്തിയെന്ന വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. എവിടെ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തിയതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മൊഴിയിൽ പറഞ്ഞതെന്നും അടക്കമുള്ള കാര്യങ്ങൾ ഇനി വരുന്ന മണിക്കൂറുകൾ മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. എന്താണെങ്കിലും നിർണായകമായിട്ടുള്ള കാര്യമാണ് സ്വർണ്ണക്കടത്ത് കേസ്. അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയ്ക്ക് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട്. നടന്നത് 500 കോടിയിലധികം രൂപയുടെ ഇടപാടുകളാണ് എന്ന കാര്യമൊക്കെ വ്യവസായി രമേശ് ചെന്നിത്തലയോട് സൂചിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുത്തത്. അതിനുശേഷം ഈ വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് SIT കടന്നിരിക്കുകയാണ്. മനീഷ് മഹിപാൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.